പ്രൈസറോ കർത്താവിന്റെ അതിപരിശമായ നാം വായിക്കപ്പെട്ടു. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമി ഒക്കെയും ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഹല്ലേലൂയ. ഒരു വലിയ വാഗ്ദത്തം ദൈവം അബ്രഹാമിന് കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം സകലത്തിലും അനുഗ്രഹിക്കപ്പെടാൻ കാരണം എന്ത് എന്നൊരു ചോദ്യം നിൽക്കുമ്പോഴേ പ്രൈസ് ദി ലോർഡ് എന്ന് പറയാൻ ചോദ്യം ഈ കാലഘട്ടത്തിലെ ദൈവസഭയുടെ നടുവിൽ എന്നൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. അതിന് നടുവിൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാക്കുകൾക്ക് എതിരില്ലാതെ അബ്രഹാം വിശ്വസിക്കുക. ഇപ്പം ദൈവം ഒരു വാക്ക് പറഞ്ഞപ്പോൾ അതങ്ങനെയാണോ കർത്താവ്, ഇതങ്ങനെ സംഭവിക്കുമോ എന്നൊന്നും ചിന്തിക്കാതെ ദൈവം പറഞ്ഞാൽ അപ്പോൾ തന്നെ അനുസരിക്കും. ഇന്നത്തെ ദൈവസഭയ്ക്ക് ആ ഒരു സ്വഭാവമില്ല. ഇന്നറിയാൻ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാക്ക് ഇന്നത്തെ തലമുറയോടാണ്, ഇന്നത്തെ സഭയോടാണ് പറയുന്നതെങ്കിൽ അവരത് കേട്ടിട്ട് പലരെയും വിളിച്ചു ചോദിക്കും, ഇങ്ങനെ ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. അപ്പൊ നിങ്ങൾക്ക് സംശയം, ഞങ്ങൾ വിളിച്ചു, എന്നെ പലരും വിളിക്കാറുണ്ട്. പല ആളുകളും വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, പക്ഷേ ഇന്ന് സഭയിൽ വന്ന ദൈവദാസൻ ഇങ്ങനൊരു ദൂത് പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അപ്പൊ അവരോടൊക്കെ നമുക്കൊരു വ്യക്തമായ മറുപടി പറയാനില്ല. കാരണം അവർക്ക് ഇരുമനസ്സുള്ളവരാണ്. ഇരുമനസ്സുള്ളവരൊക്കെയും തന്റെ വഴിയിൽ അസ്ഥിരൻ. അവർ കർത്താവിന്ന് വല്ലതും പ്രാപിക്കുമെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം ദൈവാത്മാവ് പറഞ്ഞ വാക്കിനെ വിശ്വസിക്കാത്തവർക്ക് ഒരിക്കലും അനുഗ്രഹം കിട്ടത്തില്ല. അവരിങ്ങനെ കാറ്റടിച്ച് അലയുന്ന കടൽത്തിലേക്ക് സമനായിട്ട് അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കും. പക്ഷെ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അതല്ലായിരുന്നു. ദൈവം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ എന്ന് വിശ്വസിക്കുക. ഇതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയമാതാപിതാക്കളെ, ദൈവത്തിന്റെ ആലോചന നീ കേൾക്കുമ്പോൾ, ദൈവാത്മാവിനോട് സംസാരിക്കുമ്പോൾ, പിന്നെ അത് 100 പേരോട് വിളിച്ചു ചോദിച്ച് ആ പാസ്റ്റർ പറഞ്ഞ്, ഈ പാസ്റ്റർ പറഞ്ഞ്, അങ്ങനെ പറഞ്ഞ്, ഇങ്ങനെ പറഞ്ഞത് ശരിയാണോ എന്ന് നീ ചോദിക്കാൻ പോയാൽ നിന്റെ ജീവിതകാലം മുഴുവൻ നീ ആ സംശയരോഗിയായി മാറും. ഒരിക്കലും നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടാൻ കഴിയത്തില്ല. നിങ്ങൾ അബ്രഹാമിനെ പോലെ അങ്ങ് വിശ്വസിക്കണം. ദൈവമാണ് പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവാണ് പറയുന്നത് എന്നൊരു ബോധ്യം നിന്റെ ഉള്ളിൽ ഉണ്ടാകണം. അതൊരു സ്ഥിരതയുള്ള വിശ്വാസത്തിനുടമയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യും. സ്ഥിരതയില്ലാത്ത വിശ്വാസം നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മൾ ആകെപ്പാടെ ചാഞ്ചാടി നടക്കും. അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും തേരപ്പാരാന്നൊക്കെ പറഞ്ഞവർ നടക്കും. ഒരിക്കലും നമുക്ക് അനുഗ്രഹം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പലരും ഒരു സഭയ്ക്കകത്ത് നിൽക്കത്തില്ല. ചിലർക്ക് ഒരു സഭയിൽ നിൽക്കത്തില്ല. പല സഭകളിൽ ചാടി നടക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികളുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ നാൾ ഒരു കുടുംബം എനിക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്ന് പെട്ടെന്ന് ഹല്ലേലൂയ. അപ്പൊ ഞാൻ അവരുടെ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ചോദിച്ച് അവരെ പ്രാർത്ഥന വിഷയം അവതരിപ്പിച്ചു വന്നപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ള ഭൂരിപക്ഷം സഭയിൽ അവർ ആരാധിക്കാൻ പോയിട്ടുണ്ട്. അവരുടെ നാട്ടിലെങ്ങും പോകത്തില്ല. അവർ താമസിക്കുന്ന പ്രദേശം പറയുന്നില്ല, അവിടെയെങ്കിലും പോകത്തില്ല. അവിടെ അനവധി സഭകളുണ്ട്, അനവധി ഡിനോമിനേഷനുകൾ, ഒരുപാട് സഭകൾ, സ്വതന്ത്ര സഭകൾ ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ അവിടെയെങ്കിലും പോകത്തില്ല. എന്നാൽ അവരെല്ലാം ഫോണിൽ വിളിച്ച് ആലോചന ശരിയാണോ എന്ന് ചോദിക്കും. അവരെന്നിട്ട് തൃശ്ശൂർ ജില്ലയിൽ നല്ലൊരു കൂട്ടം, നല്ലൊരു അല്ലെങ്കിൽ സഭയിൽ അവർ പോയി. ഒരിടത്തൊന്നും അവർക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് വിശ്വാസമില്ല, സ്ഥിരതയില്ല. സ്ഥിരതയുള്ള വിശ്വാസം അവരുടെ ഉള്ളിലില്ല. വിശ്വാസം അവർക്ക് അടിസ്ഥാനമില്ല. കർത്താവിൽ പോലും അവർക്ക് വിശ്വാസമില്ല. ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ആലോചന അവർ വിശ്വസിക്കുന്നില്ല. അവരിങ്ങനെ എല്ലാ ദൈവദാസന്മാരോട് ചോദിച്ച് നടക്കിയ ഈ എല്ലിയ മന്ത്രവാദികൾ ഇരിക്കെ പോകുന്നത് പോലെ ചില സഭയിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. രക്തം ചെയ്യും. ചിലര് പ്രവചനത്തിനങ്ങ് അടിമപ്പെട്ട് കിടക്കുക, പ്രവാചകൻ അടിമപ്പെട്ട് കിടക്കുക. നല്ല കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പ്രവചനം തുച്ഛീകരിക്കരുത്. നല്ലത് ശോധന ചെയ്ത് മുറുകെ പിടിക്കണമെന്നാണ് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം നിങ്ങൾ 14 തൊട്ട് താഴോട്ട് വായിച്ചു ചില ബുദ്ധിയുപദേശങ്ങളൊക്കെ കാണാൻ കഴിയും. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രവചനമെല്ലാം നല്ലതാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന പ്രവചനം നല്ലതാണ്. ദൈവാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ വായോടുകൂടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം നൽകുന്ന അനവധി പ്രവാചകന്മാരുണ്ട്.
സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സാമ്പത്തികത്തിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, സുഖലോലുപ ജീവിതത്തിന് വേണ്ടി പ്രവചിക്കുന്നവരുണ്ട്. ഇതെല്ലാം നമ്മൾ വിവേചനാത്മാവിൽ തിരിച്ചറിയണം. രക്തം ചെയ്യണം. ഇന്ന് പലരും അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാരണം ദൈവാത്മാവ് പറയുന്ന ദൂതവിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. അല്ലേ? പക്ഷെ നിങ്ങൾ അബ്രഹാമിനെ സംബന്ധിച്ച് നോക്ക്. അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ദൈവം 2 കാര്യങ്ങളെ പ്രധാനമായും അബ്രഹാമിന് പറഞ്ഞു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോടുള്ള വാഗ്ദത്തം ദൈവം പൂർത്തീകരിക്കും. ദൈവം ഒരിക്കലും വാക്ക് പറഞ്ഞ മാറാത്തവനാണ്. ആ 2 വാഗ്ദത്തം നിറവേറാൻ 2 കാര്യങ്ങൾ ദൈവം പറഞ്ഞു. ഒന്നാമത്തെ കാര്യമാണ് ഹല്ലേലൂയ. ഒന്നാമത്, നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആമി വടക്കോട്ടും ആമി തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. ഹല്ലേലൂയ. അത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, നീ പുറപ്പെട്ട് ദേശത്ത് നീട്ടുകയും കുറുകയും സഞ്ചരിക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇത് രണ്ടും ദൈവം പറഞ്ഞ കാര്യങ്ങളാണ്. ഈ 2 കാര്യങ്ങൾക്കകത്ത് അബ്രഹാം സംശയം ലെവലേശം പോലും ഇല്ലാതെ പൂർണ്ണമായി ഹൃദയം ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് എന്നോട് സംസാരിക്കുന്നത് വാഴ്ത്തപ്പെട്ട കർത്താവാണ്, യഹോവയായ ദൈവമാണ്, സകലത്തിന്റെ ഉടവിൽ സർവശക്തിയുള്ള ദൈവമാണ്, എന്നെ കൽദയപട്ടണമായിരിക്കുന്ന ഊരിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് വാഗ്ദത്ത കനാൻ എനിക്ക് അവകാശം പറഞ്ഞിരിക്കുന്ന ദൈവമാണ് എന്നെ വിളിച്ചതെന്നുള്ള ദൃഢതയുള്ള വിശ്വാസത്തിന്റെ ഹല്ലേലൂയ ഉടമയാണ് അബ്രഹാം. അതുകൊണ്ടാണ് തന്റെ ജീവിതം പരാജിതമായി മാറാതിരുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ കഷ്ടതയുടെ നൊമ്പരത്തിന്റെ വേദനയുടെ നീ ഇങ്ങനെ പോകാതെ, തളർന്നിരിക്കാതെ, വാടി വീഴാതെ, കുഴഞ്ഞു വീഴാതിരിക്കാൻ ദൈവം നിന്നെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ദൈവം പറയുന്ന കാര്യങ്ങൾ നീ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുന്ന കാര്യങ്ങൾ നീ വിശ്വസിക്കും. പിന്നെ പലരോട് നീ ആലോചന ചോദിക്കാനായിട്ട് നടക്കുന്നതേ. ഹല്ലേലൂയ. പലരോട് ആലോചന ചോദിച്ച് നടക്കുക. അത് നിങ്ങളുടെ പഴയകാല പാരമ്പര്യ ജീവിതമാണ്. പലരെയും കണ്ടുമുട്ടി പലയിടത്തും ചോദിക്കുക, കൈനീട്ടി കൊടുക്കുക, മുഖം കാണിച്ചു കൊടുക്കുക, തത്തെ കൊണ്ട് അമ്മ കാർഡെടുപ്പിക്കുക, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് അങ്ങനെ പലരെയും നിങ്ങൾ വിളിച്ച് നിങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ്. അതൊക്കെ അന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വാസത്തിലേക്ക് വന്ന് അങ്ങനെ അത് ആവർത്തിക്കരുത്. ഹല്ലേലൂയ. ദൈവാത്മാവ് പറയുന്നത് ദൂതേറ്റെടുക്കണം. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞ, ഞാൻ ഇതുവരെ വിശ്വാസ ജീവിതത്തിൽ വന്ന് 25 വർഷത്തോളമായിട്ട് ഇതുവരെ ദൈവാത്മാവോട് പറഞ്ഞൊരു ആലോചന ശരിയാണോ എന്ന് മറ്റൊരാൾ ചോദിച്ചിട്ടില്ല. ഞാനതങ്ങ് വിശ്വസിക്കുക. എനിക്ക് കാരണം അബ്രഹാമിനെ പോലെ അങ്ങ് വിശ്വസിക്കുക. വലിയ അറിവും പരിജ്ഞാനവും വിദ്യാഭ്യാസവും സമ്പത്തും ഒന്നും ഇല്ലെങ്കിലും എനിക്കൊരു കാര്യം ഉറപ്പായി, എന്നോട് സംസാരിക്കുന്ന ദൈവം സർവ്വജ്ഞാനിയാണ്. ഒന്നും തെറ്റുപറ്റാത്ത ദൈവം. ദൈവത്തിനൊന്നും തെറ്റുപറ്റത്തില്ല. പിന്നെ എന്നെ പോലുള്ള സാധുവായ മനുഷ്യൻ ഈ സർവശക്തനായ ദൈവത്തെ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ അനുഗ്രഹം പ്രാപിക്കും? രക്തം ചെയ്യാം. നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുവോ? കർത്താവിനെ വിശ്വസിക്കുവോ? വേറൊരു ആലോചനയ്ക്ക് നീ പോകരുത്. വേറൊരു ആലോചന ചോദിക്കാൻ നീ പോകരുത്. നിന്റെ കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വന്ന് നിന്നെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമുണ്ട്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും തന്നോടെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ആര്? പ്രവാചകനല്ല, ഉപദേശിയല്ല, സഭയുടെ കമ്മിറ്റിയല്ല, സഭയിലെ വിശ്വാസികളല്ല, ദേശമല്ല, രാഷ്ട്രീയക്കാരല്ല. അവൻ എന്നിവിടെ ഉപദേശിക്കുന്ന കർത്താവ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നിന്നെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിന്ന 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം പറയുന്നുണ്ട്. നമ്മുടെ കർത്താവിന്റെ കരത്തിന് കീഴിൽ താണിരിക്കണം. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അതാ അബ്രഹാം ചെയ്തത്. അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ യഹോവയായ ദൈവത്തിന്റെ ബലമുള്ള കരത്തിന് കീഴിൽ താണിരുന്നു കൊണ്ട് ദൈവശബ്ദം കേൾക്കുവാൻ കാതോർത്തിരുന്നത് അതുപോലെ അനുസരിക്കാൻ തയ്യാറായി. നിനക്കതിന് കഴിഞ്ഞാൽ ഹല്ലേലൂയ, നീ ഇന്ന് ചിന്നിച്ചെതറിക്കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് ദൈവം നിന്നെ ചേർത്ത് പണിയും. രക്തം ചെയ്യും. താഴ്വരയിൽ അസ്ഥികൾ ചിതറിക്കിടക്കുന്നത് പോലെ ഹല്ലേലൂയ. എസ്കേൽ പുസ്തകം 37 താഴ്വരയിൽ ചിതറിക്കിടക്കുന്ന ഉണങ്ങിയ അസ്ഥിക്കൂട്ടങ്ങൾ എന്ന് പറഞ്ഞ പോലെ നിന്റെ വിശ്വാസം ചിതറിക്കിടക്കുക. നിന്റെ സമർപ്പണം ചിതറിയ അസ്ഥികളെ പോരാ. നിന്റെ തീരുമാനങ്ങളിലെ ചിതറിക്കിടക്കുന്ന അസ്ഥികളെ പോരാ. നിന്റെ കുടുംബത്തിനകത്ത് ചിതറിക്കിടക്കുന്ന അസ്ഥികളെ പോലെ നിന്റെ പ്രാർത്ഥന നഷ്ടപ്പെട്ട്, ആരാധന നഷ്ടപ്പെട്ട്, കൂട്ടായ്മ നഷ്ടപ്പെട്ട്, കുടുംബത്തിനകത്ത് ദൈവ സാന്നിധ്യമില്ല,
താഴ്വരയിലെ ഉണങ്ങിയ അസ്ഥികളെ പോലെ നിന്റെ കുടുംബം എത്തി. എന്തുകൊണ്ട്, എങ്ങനെ സംഭവിച്ചത്? ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട്, ദൈവാത്മാവിനെ വിശ്വാസമില്ലാത്തത്. എന്നാൽ ഇന്ന് പകൽ താഴ്വരയിലെ അസ്ഥികളെല്ലാം അസ്ഥിയോട് തൊക്കിനോട് ഞരമ്പിനോട് ചേർന്ന് അതൊരു വലിയ സൈന്യമാക്കി തീർന്നതുപോലെ നിന്റെ കഷ്ടതയിൽ ദൈവം നിന്നെ കൈപിടിച്ചുയർത്താൻ ആഗ്രഹിക്കുക. അബ്രഹാമിനോട് പറഞ്ഞ വാക്കുകൾക്ക് ആമിലൊരു ആണ്ടുപിട വ്യത്യാസമില്ലാതെ അബ്രഹാം വിശ്വസിച്ചതുപോലെ ഇന്ന് പകൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? പ്രൈസ്. നിന്നെ ദൈവം അനുഗ്രഹിക്കും. പ്രൈസ്. എന്നോടൊപ്പം നീ എന്ന് പറഞ്ഞാൽ എന്നെ, എന്റെ കുടുംബത്തെ, എന്നെ, എന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കും. അബ്രഹാമിന്റെ വിശ്വാസം ഞാനും വിശ്വസിക്കുന്നു. അബ്രഹാം ദൈവത്തെ അനുസരിച്ചതുപോലെ ഞാനും അനുസരിക്കുന്നു എന്ന് പറയുവാൻ കഴിയും. അങ്ങനെ ദൈവം പറഞ്ഞു, നീ ഇരിക്കുന്ന ഹല്ലേലൂയ സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. ഒന്ന്. രണ്ടാമതായി, നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും നടക്കുക, സഞ്ചരിക്കുക. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അബ്രഹാം ചെയ്തേണ്ട കാര്യങ്ങളാണ്. അബ്രഹാം ചെയ്യേണ്ട കാര്യങ്ങളെ അബ്രഹാം ചെയ്യുമ്പോൾ ദൈവം ചെയ്യേണ്ട കാര്യങ്ങളെ ദൈവം ചെയ്യും. പ്രൈസ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. ചെല്ലു പറയും താൻ പാതി ദൈവം പാതി. അങ്ങനൊരു സംവിധാനമൊന്നുമില്ല കേട്ടോ. അത് ഈ ജാതികൾ, അവിശ്വാസികൾ പറയുന്നതാണ്. താൻ പാതി ദൈവം പാതി. ഒരു മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞവരെ അങ്ങനെ പറയുന്നതാണ്. അങ്ങനെ ഒരു സംഭവം, താൻ പാതി ദൈവം പാതി. നമ്മളോട് ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ നമ്മൾ അതങ്ങ് അനുസരിച്ചാൽ മതി, എപ്പോൾ ചെയ്താൽ മതി. ബാക്കി ദൈവം അങ്ങ് ചെയ്തോളും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ വിശ്വാസത്തിനകത്ത് അടിസ്ഥാനം. ഹല്ലേലൂയ. അപ്പൊ ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഈ ഭൂമിയെ മുഴുവൻ സൃഷ്ടിച്ച, ഭൂമണ്ഡലത്തെ മുഴുവൻ സൃഷ്ടിച്ച സകലത്തിന്റെ ഉടമസ്ഥനായിരിക്കുന്ന കർത്താവ് പറയുകയാണ്, ഭൂമിയെയും ഹല്ലേലൂയ, നീ ഭൂമിയെയും ഭൂമിയിലുള്ളതിനെയും നീ സഞ്ചരിക്കുന്ന ദേശത്തെയും ഞാൻ നിനക്കും നിന്റെ മക്കൾക്കും അവകാശമായി തന്നിരിക്കുക. അല്ലേ? നീ ദേശത്തിന് നെടുകയും കുറുകയും നടക്കുക എന്ന് പറഞ്ഞാൽ നീ നടക്കുന്ന ദേശമുണ്ടല്ലോ, നിന്റെ നീ കാലുകുത്തുന്ന ദേശമുണ്ടല്ലോ, അത് ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവരുടെ സന്തതിക്കും ഞാൻ അവകാശമായി തന്നിരിക്കുന്നു. വാഗ്ദത്തം. ഹല്ലേലൂയ. അതെ, നമ്മുടെ ദൈവമാരാ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരിക്കലും ഭാരപ്പെടരുത്, ഒരിക്കലും സങ്കടപ്പെടരുത്. കണ്ണുനീർ തൂക്കുന്നത് നല്ലതാണ്, ദൈവത്തോട് ചേർന്നിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ നീ അവിശ്വാസം കൊണ്ട് നിന്റെ ഹൃദയം ഭാരപ്പെടരുത്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നേ. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവം നമുക്കൊരു വഴി തുറന്നു തരും. സ്തോത്രം. ഒരുപാട് കഷ്ടതകളുണ്ട്, ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് ദുഃഖങ്ങളുണ്ട്, ആരോടും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഭവങ്ങളുണ്ട്. നന്നായിട്ട് ആഹാരം കഴിക്കാൻ കഴിയാത്ത സമയം, നന്നായിട്ട് വസ്ത്രം ഉടുക്കാൻ കഴിയാതെ, മക്കൾക്ക് നല്ല ആഹാരം വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ, നല്ലൊരു യാത്ര ചെയ്യാൻ കഴിയാതെ, മറ്റുള്ളവർ പലതും ചെയ്യുന്നത് കാണുമ്പോൾ നിന്റെ മക്കൾക്കത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് മാനസികമായി തളർന്നിരിക്കുന്ന സഹോദര സഹോദരി, നമ്മളതൊന്നും ഓർത്ത് ഭാരപ്പെടണ്ട. നിനക്കുള്ളതിനെ ദൈവം തരും. നിനക്കുള്ളത് ദൈവം നിനക്ക് ആ സമയത്ത് ദൈവം തരുമെന്ന്. ഹല്ലേലൂയ. കാരണം നമ്മുടെ ദൈവം വിശ്വസന. നിങ്ങളെ വിളിക്കുന്നവൻ, ഹല്ലേലൂയ, 1 തെസ്സലോനിക്ക ലേഖനം 5:24 വാക്യം എന്താ പറയുക? നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്ന അവനത് നിവർത്തിക്കും. നിന്നെ വിളിച്ചത് ദൈവമാണ്. അത് നിനക്ക് ഓർമ്മയുണ്ടാകട്ടെ. ഹല്ലേലൂയ. ആ വിളിച്ച ദൈവം അത് വിശ്വസിക്കും. പാട്ടുകാരൻ തന്നെ വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞ് ഞാൻ അലയാനിടാം എന്ന്. വിളിച്ച ദൈവം വിശ്വസം. നമ്മൾ വഴിയിൽ വലയുവാനിട്ട് വരത്തില്ല. ഹല്ലേലൂയ. എൻ്റെ 25 വർഷം വിശ്വാസ ജീവിതത്തിനകത്ത് പലപ്പോഴും ജീവിതത്തിൽ ക്ലേശങ്ങളും ഭാരങ്ങളും സങ്കടങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്, ഒറ്റപ്പെട്ട അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയുള്ള സാഹചര്യമൊക്കെയാണ്. പക്ഷേ എങ്കിലും അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചതുപോലെ ഞാനങ്ങ് വിശ്വസിക്കുക. പ്രൈസ്. എനിക്കറിയാം എൻ്റെ കർത്താവിനെ കൈവിട്ട് കളയില്ല. അതേ സഹോദരൻ, ദൈവം നിന്നെ കൈവിട്ട് കളയില്ല. ഹല്ലേലൂയ. ആർഭാടമായ ജീവിതം നയിപ്പാൻ, ആഡംബര ജീവിതം നയിക്കുവാൻ, ഹല്ലേലൂയ, മറ്റുള്ളവരെ പോലെ ഉല്ലസിച്ച് ആർത്തും തിവർത്താടുവാൻ, ഹല്ലേലൂയ, ദൂർത്തടിക്കാനൊന്നും നമ്മുടെ പോക്കറ്റിലൊന്നുമില്ലെന്നേ, നമ്മുടെ പേഴ്സിലൊന്നുമില്ല. പേഴ്സൊക്കെ കാര്യമാണ്. ഹല്ലേലൂയ. ആരെങ്കിലും എവിടുന്നെങ്കിലും തന്നെങ്കിലും മാത്രമേ പേഴ്സിനകത്ത് വല്ലതും ഉണ്ടാവുള്ളൂ. അതിനകത്ത് ദൂർത്തടിച്ച് കളഞ്ഞാൽ ദൈവം കണക്ക് ചോദിക്കും. രക്തം ചെയ്യണം. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായി സൂക്ഷ്മതയോടെ ദൈവവചനത്തിന് അടിസ്ഥാനമായിരിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകൽ വചനം കേൾക്കുന്ന സകലരോടും പറയട്ടെ, ദൈവം നിന്നെ അനുഗ്രഹിക്കും.
നീ ഒരിക്കലും അവിശ്വസിക്കണ്ട. നീ ഒരു പൊട്ടനെ പോലെ അങ്ങ് വിശ്വസിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന വാഗ്ദത്തം ഉറപ്പാണെന്ന് അബ്രഹാമിനെ അനുഗ്രഹിച്ചില്ലേ? ഇവിടെ ദൈവം അല്ലയ സകലത്തെ അബ്രഹാമിന് കൊടുത്തു അല്ലയ. അതുകൊണ്ടാണ് നമ്മൾ ഇയ്യോബിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്. ഇയ്യോബിന്റെ പുസ്തകം അല്ലയ 9-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ആരാണ്? ഇയ്യോബ് പറയാണ്, നമ്മുടെ ദൈവം അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളെ അല്ലേലൂയ എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യും. പ്രൈസ്. മാറ്റമില്ല. ഇയ്യോബിനറിയാം ദൈവം ആരാണ്. നിനക്കറിയാമോ ദൈവം ആരാണ്? വല്ലവരും പറയുന്നത് കേട്ടിട്ട് ദൈവം ആരാന്ന് ചിന്തിക്കരുത്. നിനക്ക് സ്വന്തമായിട്ട് തിരിച്ചറിവാണ്. ഈ കാണുന്ന മുഴുവത്തെ സൃഷ്ടിച്ച ദൈവം എന്റെ സൃഷ്ടാവാണെന്ന് ഇയ്യോബിനെ പോലെ സ്വന്തമായിട്ടൊരു അറിവ്. അങ്ങനെ അറിവ് വരുമ്പോഴാണ് ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളും നിന്റെ ജീവിതത്തെ ദൈവം തരാൻ തുടങ്ങും. കുടുംബത്തെ ദൈവം വെളിപ്പെടുത്തും. പ്രൈസോട്. അപ്പം ദൈവം നിനക്ക് വേണ്ടിയാണ് അല്ലേ പ്രവർത്തിക്കുന്നത്. ദൈവം നിനക്ക് വേണ്ടിയിട്ടാണ് സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥം ചെയ്യുന്നത്. നിന്റെ കുടുംബത്തിനകത്ത് ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും ഈ എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇത് ഇയ്യോബിന്റെ ജീവിതത്തെ സംഭവിച്ച് കഷ്ടതയുടെ തിരിച്ചുകളിലൂടെ കടന്നുപോയപ്പോൾ നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും വെല്ലുവിളികളും ചോദ്യചിഹ്നങ്ങളും ഒക്കെ ദൈവസന്നിധി ഭക്തനായിരുന്ന ഇയ്യോബിന്റെ നേരെ കടന്നു വന്നപ്പോഴേ ഹല്ലേലൂയ പല ചോദ്യചിഹ്നങ്ങൾ ഇയ്യോബിനെതിരെ വന്നപ്പോൾ ഇയ്യോബ് അവിടെയൊന്നും തകർന്നു പോകാതെ ഇയ്യോബ് ഹൃദയത്തിൽ പറഞ്ഞു കാണും, അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളെ എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണെന്ന് ഹൃദയത്തിനകത്ത് ചിന്തിച്ചുകൊണ്ട് ആ വചനം നിന്റെ അടിവരയിട്ടു. സ്തോത്രം. നമ്മൾ ഈ വേദവസത്തിലൊക്കെ വചനം വായിച്ചിട്ട് അടിവരയിട്ട് സൂക്ഷിക്കുമല്ലോ, മറന്നു പോകാതിരിക്കുമ്പോൾ എപ്പോഴും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞപോലെ ഈ വചന ഇയ്യോബ് ഹൃദയത്തിനകത്ത് അടിവരയിട്ട് സൂക്ഷിച്ചു. അധ്യായങ്ങൾ 9 കഴിഞ്ഞ് 10 കഴിഞ്ഞ് 11 കഴിഞ്ഞ് അങ്ങനെ 15 കഴിഞ്ഞ് 20 കഴിഞ്ഞ് 30 കഴിഞ്ഞ് 40 കഴിഞ്ഞു 41 42 എത്തി. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. അവര് മുമ്പുണ്ടായിരുന്നതെല്ലാം ഇരട്ടിയായി ദൈവം കൊടുത്തു. അന്ന് ഇയ്യോബ് പറഞ്ഞു, അവരാരാഞ്ഞുകൂടാത്ത മുൻകാര്യങ്ങൾ എണ്ണമില്ലാത്ത അത്ഭുതങ്ങളും എന്റെ ജീവിതത്തിൽ ചെയ്യുന്നതാണ്. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആടുമാട് കന്നുകാലികളെല്ലാം ദാസന്മാർ എന്റെ മക്കൾ 10 നഷ്ടപ്പെട്ടു പകരമായി 10 മക്കളെ കണ്ടോ. ദൈവം എത്ര വിശ്വസനല്ലേ. അത് നമ്മുടെ ദൈവം ഭയങ്കര വിശ്വസന. നമ്മുടെ ദൈവം ഒരിക്കലും അവിശ്വസത കാണിക്കത്തില്ല. വ്യാജം പറയുന്നവനല്ല ദൈവം. അല്ലേലിയ. വ്യാജം പറയുവാൻ അല്ലേലിയ ദൈവം ഒരിക്കലും തയ്യാറല്ല. വ്യാജം പറയാൻ മനുഷ്യന്റെ അതിരിക്കാൻ മനുഷ്യപത്രം വരുന്നവരെ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അവന്റെ ഉള്ളിൽ വിശ്വസ്തതയുടെ മാർഗം മാത്രമേ ഉള്ളൂ. ലോകത്തിൽ അങ്ങനല്ല. ലോകത്തിൽ അനവധി ദൈവങ്ങളും മതങ്ങളും ഉണ്ട്. എല്ലാം അവിശ്വസ്തതയുടെ മാർഗം തേടുമ്പോൾ സത്യവേദ പുസ്തകം വിശ്വസ്തതയുടെ മാർഗമാണ്. വിശ്വസ്തതയുടെ മാർഗം, സത്യത്തിന്റെ മാർഗം, യഥാർത്ഥ വിശ്വസ്തത എന്തെന്ന് വെളിപ്പെടുത്തുന്ന ഒരേ ഒരു മാർഗം സത്യവേദ പുസ്തകമാണ്. അതിന്റെ ഉടയവൻ യഹോവയായ ദൈവമാ, സർവശക്തനായ ദൈവം, സൃഷ്ടമായ ദൈവമാ. നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശുവാണ് ഇതിന്റെ ഉടയവൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതെ സ്നേഹിത, കർത്താവിനെ സ്നേഹിക്കുന്നു കേട്ടോ. അബ്രഹാമിനെ സ്നേഹിച്ചതുപോലെ നിനക്കും നിന്റെ മക്കൾക്കും അവരുടെ മക്കൾക്കും ദൈവം എണ്ണമില്ലാത്ത അത്ഭുതങ്ങളും വൻകാര്യങ്ങളും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. കരമടിച്ച് ദൈവത്തിന് സ്തുതിക്കാമോ? കരയുന്ന സഹോദരി, നെടുവപ്പെടുന്ന സഹോദരി, കുടുംബത്തിനകത്ത് കണ്ണുതിരി മാറട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പൊ ആത്മഹത്യയുടെ എണ്ണം വർദ്ധിക്കുക. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, ഒരു ഭർത്താവ് അലുരിയ 4 മക്കളെയും ഭാര്യയും കൂടെ മൃഗീയമായി കൊന്നത്. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്തുകൊണ്ടാണ്? ദൈവവുമായി യാതൊരു ബന്ധവുമില്ല. സൃഷ്ടമായി ദൈവം ആരാണ്? യഹോവയായ ദൈവം, കർത്താവായ യേശു ക്രിസ്തു ആരാണ്? സംരക്ഷകൻ ആരാണെന്ന് അറിയാൻ കഴിയാതെ പോയത് കൊണ്ട് മനുഷ്യന്റെ ജീവിതം താളം തെറ്റി. മനുഷ്യ ജീവിതം താളം തെറ്റിക്കഴിഞ്ഞപ്പോൾ അവന്റെ ഉള്ളിലേക്ക് പിശാച് കയറിക്കൂടി കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? അവന്റെ കുടുംബത്തെ തന്നെ തകർക്കുവാൻ അവൻ തീരുമാനമെടുത്തവൻ കണ്ടെത്തിയത് മദ്യമാണ്, മയക്കുമരുന്നാണ്, ലഹരിയാണ്. അത് സാത്താൻ തരുന്നതാണ്.
ഈ ലോകത്തിലെ സകല മദ്യഷാപ്പുകളും കള്ളുഷാപ്പുകളും ബാറും ബീവറേജും ഈ മയക്കുമരുന്ന് ശാലകളിലെ സാത്താന്റെ ഉൽപ്പന്നങ്ങൾ, സാത്താന്റെ സേവകരും സാത്താന്റെ പ്രസ്ഥാനവും. അത് കേട്ടോ, പിശാചിന്റെ പ്രസ്ഥാനമാണ്. പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അങ്ങനെയൊക്കെയാണോ? അതെ. ഞാൻ 25 വർഷം മദ്യം കുടിച്ച് നടന്ന, 25 വർഷം എല്ലാവിധ മദ്യവും കുടിച്ച് എല്ലാവിധ മയക്കുമരുന്നുകൾ, ഇന്നത്തെ മയക്കുമരുന്നൊന്നും വന്നില്ല, അല്ലാത്തതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എന്ന് പറഞ്ഞാൽ സാത്താന്റെ മണിപ്പൂരിയിലായിരുന്നു. പിശാച് എന്നെ രാവിലെ കള്ളുഷാപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, പിശാച് എന്നെ ബീവറേജിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, പിശാച് എന്നെ രാവിലെ അല്ലെങ്കിൽ ആമിസോടം ബാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. സാത്താൻ കൊണ്ട് അവന്റെ പ്രസ്ഥാനത്തേക്ക് കൊണ്ടുപോകും നമ്മളെ. അവിടെ കൊണ്ടുപോയി നമുക്ക് നല്ല ലഹരി തന്ന് നമ്മളെ മയക്കിയെടുക്കുവാൻ, നമ്മളെ മയക്കിയെടുത്ത് നമ്മുടെ സുബോധം കെടുത്തി നമ്മളെ ദൈവത്തിന് അകറ്റിക്കളയും. ഇന്നത്തെ സമൂഹത്തെ അതാണ് ചെയ്യുന്നത്. ഇന്നത്തെ സഹോദരിമാരെ, സഹോദരന്മാരെ, തലമുറയെ പിശാച് ലഹരിക്ക് അടിമയാക്കി അവന്റെ അനുയായികളാക്കി മാറ്റി. ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ ദൈവത്തോട് അവിശ്വസ്തത പുലർത്തി ദൈവത്തിന് അകന്നു പോയി കഴിഞ്ഞപ്പോൾ കുടുംബം തകരുവാൻ തുടങ്ങി, ചിന്ന ഭിന്നമായി മാറി. അല്ലേലൂയ. അതുകൊണ്ട് നീ സാത്താന്റെ പണിപ്പുരയിൽ പോകരുത്. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം ഒരിക്കലും സാത്താന്റെ പണിപ്പുരിയിൽ തന്റെ ജീവിതത്തെ വിട്ടുകൊടുത്തില്ല. സാത്താൻ അടിമയായി മാറിയില്ല. പിശാചിന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല. പിന്തിരിപ്പിക്കുന്ന ശക്തികൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇടപെട്ടെന്ന സാഹചര്യം വന്നപ്പോഴും അബ്രഹാമിനകത്ത് വിധിയിരിക്കാതെ ആഴത്തിൽ വേരൂന്നി നിൽക്കുന്ന വൃക്ഷത്തെ പോലെ യഹോവയായ ദൈവത്തിൽ ആഴത്തിൽ വിശ്വസിച്ചു. ഈ ആഴത്തിൽ വേരൂന്നി നിൽക്കുന്ന വൃക്ഷത്തെ പെട്ടെന്ന് കാറ്റിന് മറിക്കാൻ കഴിയത്തില്ല. അല്ലേര്. കാരണം ആ വേര് ആഴങ്ങളിലേക്ക് പോയിരിക്കുക. അല്ലേരിയ. ആഴത്തിൽ വേരൂന്നാത്ത പല വൃക്ഷങ്ങളും കാറ്റടിക്കുമ്പോൾ, പെരുമഴ പെയ്യുമ്പോൾ കടപുഴകി വീഴും. എന്നാൽ ആഴത്തിൽ വേരുള്ളതിനെ വീഴ്ത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ യഹോവയായ ദൈവത്തിൽ അബ്രഹാം വേരൂന്നി ആഴത്തിൽ. പുതിയ നിയമസഭയോട് പറയട്ടെ, നാം കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ആഴത്തിൽ ക്രിസ്തുവിൽ വേരൂന്നി നിൽക്കുന്നെങ്കിൽ നിന്നെ കടപുഴകി, നിന്നെ താളപ്പിഴി, നിന്നെ തകർക്കുവാൻ ഈ ലോകത്തിന്റെ സാത്താനിശക്തികൾക്കോ ലോകത്തിന്റെ കാറ്റുകൾക്കോ കഴിയില്ല. നിന്റെ അടിസ്ഥാനം യേശുവില. അബ്രഹാമിന്റെ വിശ്വാസം അതായിരുന്നു കേട്ടോ. അല്ലേലൂയ. ഇവിടെ ഉദാഹരണമായി ഇസ്ലാമിൽ നമുക്കൊരു കാര്യം വെക്കാം. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് അവർ വാഗ്ദത്ത കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ അവർ വന്നെത്തിയത് ചെങ്കടലിന്റെ മുമ്പിലാണ്. അല്ലേലൂയ. ചെങ്കടൽ അവരുടെ മുമ്പിൽ നിൽക്കുന്നു. ഫറവോനും സൈന്യവും പിന്നിൽ നിന്ന് വരുന്നു. കുതിരക്കുളമ്പടിയും രഥങ്ങളും ചീറിയെടുത്തുകൊണ്ടിരിക്കുന്നു. അല്ലേലൂയ. ഫറവോന്റെ സൈന്യമടക്കം ചെങ്കടലിൽ അവർ തമ്മിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കളെ മുഴുവൻ അവർ പിടിച്ചു മടക്കിക്കൊണ്ടുപോകും, ഇല്ലെങ്കിൽ കൊന്നുകളയും. ഭയപ്പെട്ടു പോയ ഇസ്രായേൽ ജനം. അല്ലേലൂയ. അവിടെ ഒരു സംഭവം ഉണ്ട്. അല്ലേലൂയ. സ്തോത്രം. അവിടെ അല്ലേലൂയ സ്തോത്രം. മോശയുടെ കയ്യിൽ ദൈവം ഒരു വടി കൊടുത്തിരുന്നു. ആ വടി മോശ വെള്ളത്തിന്മേൽ ചുമന്ന അല്ലെങ്കിൽ ചെങ്കടലിന്മേൽ നീട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അത് രണ്ടായി പിരിഞ്ഞു. അല്ലേലൂയ. അപ്പൊ ഈ മോശയുടെ കയ്യിൽ കൊടുത്ത വടി മോശ ചെങ്കടലിന്മേൽ നീട്ടണം. അപ്പം ദൈവം എന്ത് ചെയ്യും? ചെങ്കടലിനെ രണ്ടായിട്ട് ഭാഗിക്കും. അങ്ങനെ മോശ തന്റെ കയ്യിലിരിക്കുന്ന വടി ചെങ്കടലിനെ നീട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവം ഒരു കിഴക്കൻ കാറ്റടിച്ച് ചെങ്കടലിനെ രണ്ടായി ഭാഗിച്ച് അല്ലേലൂയ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന 6 ലക്ഷം പുരുഷന്മാരും ഭാര്യമാരും മക്കളും, അല്ലേലൂയ, വലിയൊരു സമ്മിശ്ര ജാതിയും അതിനകത്ത് ലേവരിയുണ്ട്, അവരെല്ലാം അവിടെ കൂടി ഏകദേശം 40 ലക്ഷത്തിലധികം ജനമുണ്ടെന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. അവരെല്ലാം ഉണങ്ങി നിലത്തൂടെ ചെങ്കടൽ കടന്നു. അതങ്ങനെ ചെയ്യുവാൻ ഫറവോനും സൈന്യവും ശ്രമിച്ചപ്പോൾ അവർ ചെങ്കടലിന്റെ അടിത്തട്ടിൽ താണുപോയി. അല്ലേലൂയ. മോശയുടെ വിശ്വാസം. മോശ ചെയ്യുവാനുള്ളത് മോശ ചെയ്തപ്പോൾ ദൈവം ചെയ്യുവാനുള്ളത് ദൈവം ചെയ്തു. അതേ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ചെങ്കടൽ പോലെ നിന്റെ മുമ്പിൽ വിഷയം നിന്നാലും മോശയെ പോലെ നീ ചെയ്യുവാനുള്ളത് നീ ചെയ്യുമ്പോൾ മോശ തന്റെ കയ്യിലിരിക്കുന്ന വട്ടിയെടുത്ത് നീട്ടിയതുപോലെ നിന്റെ ജീവിതത്തിൽ നീ ദൈവസ്നി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരുന്ന് നീ ദൈവസ്നി മുഴങ്ങാനും മടക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഉപവസിക്കുന്നെങ്കിൽ, നീ ചെയ്യുവാനുള്ളത് നീ ചെയ്യുന്നെങ്കിൽ, ദൈവം പറഞ്ഞത് നീ അനുസരിക്കുന്നെങ്കിൽ, ദൈവം ചെങ്കടലിനെ വാങ്ങിച്ചു കൊടുത്തതുപോലെ നിന്റെ ജീവിതത്തിൽ ദൈവം ചില പുതിയ വഴികളെ വഴികളെ തുറന്നു തരുമെന്ന് പരിശുദ്ധാത്മാവ് ചിലരുടെ ആലോചന പറയുക. രക്തം ചെയ്യും. പ്രൈസലോ. തകർന്നിരിക്കുന്ന ജീവിതങ്ങളോട് കേരളത്തിൽ, ഭാരതത്തിൽ, വിദേശ രാജ്യങ്ങളിൽ കണ്ണുനീരിൽ കൂടെ കടന്നു പോകുന്ന പ്രിയ ശ്രോതാക്കളെ,
നിന്റെ ഭാരങ്ങളെ ദൈവം ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുക. വീണ്ടും നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കും. വരണ്ട കൈയുള്ള മനുഷ്യൻ തന്റെ കൈകളെ വിശ്വാസത്തോട് നീട്ടേണ്ടത് അവന്റെ കടമയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ യേശുവിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, കർത്താവ്, എന്റെ കൈക്ക് സൗഖ്യം. ആ വരണ്ട കൈയുള്ളവൻ യേശുവിന്റെ മുമ്പിലേക്ക് കൈ നീട്ടുക എന്നുള്ളത് അവന്റെ കടമ. അപ്പോൾ അവൻ കൈ നീട്ടിയപ്പോൾ യേശുവിന്റെ ദൗത്യം ചെയ്തു. അവന്റെ കൈയുടെ വരൾച്ചമായി കൈ നീണ്ടു, അവൻ സൗഖ്യമായി. ഹല്ലേലൂയ, രക്തം ചെയ്യും. ആമേ സ്തോത്രം. ഇന്ന് പറഞ്ഞ പോലെ ഹല്ലേലൂയ, ആമേ സ്തോത്രം, ആമേ സ്തോത്രം. നയമാനെ കുറിച്ച് നമുക്കറിയാം. ഹല്ലേലൂയ. നയമാൻ കുഷ്ഠരോഗിയാണ്. എലീശ പ്രവാചകൻ പറഞ്ഞ് യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങണം. പുള്ളി മർദ്ദനിച്ചെങ്കിലും ആമേൻ സ്തോത്രം, ആമേൻ, നയമാൻ എലീശയുടെ വാക്ക് കേട്ട് യോർദാൻ 7 പ്രാവശ്യം മുങ്ങി. അപ്പം പ്രവാചകന്റെ വാക്ക് കേട്ട് നയമാൻ 7 പ്രാവശ്യം മുങ്ങി കയറി കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? നയമാന്റെ കുഷ്ഠം മാറ്റി. അതെ സ്തോത്രം. മോശ ചെയ്യുവാണല്ലോ, മോശ ചെയ്തു. ആമേൻ സ്തോത്രം. വരണ്ട കൈയുള്ള മനുഷ്യൻ ചെയ്യാണോ, വരണ്ട കൈയുള്ള മനുഷ്യൻ ചെയ്തു. നയമാൻ ചെയ്യാണോ, നയമാൻ ചെയ്തു. അപ്പോൾ ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി. അതെ, നീ ചെയ്യേണ്ടതിനെ നീ ചെയ്യുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. വിശ്വസിക്ക് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടി പ്രഭാതത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചില നന്മകളുടെ വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ വിശ്വാസം നിനക്കുണ്ടോ ശ്രോതാവേ, സഹോദര സഹോദരി? ആമീൻ. വെറുതെ നിന്റെ വിശ്വാസത്തെ നീ തകർത്ത് കളയരുത്. ദൈവം പറഞ്ഞങ്ങ് വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, ആമീൻ, നയമാൻ വെള്ളത്തിൽ മുങ്ങി കയറി കഴിഞ്ഞപ്പോൾ അവന്റെ കുഷ്ഠം നീക്കി പുതിയ മാംസത്തെ ദൈവം കൊടുത്തു. ദൈവത്തിന്റെ കടമ. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് നിങ്ങൾ ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് തരാനുള്ളത് ദൈവം തരും. ഹല്ലേലൂയ. എന്നുള്ള ദശാംശം കൊടുക്കുന്ന കാര്യത്തിനകത്ത് നീ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ കളവ് കാണിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദശാംശം കൊടുക്കേണ്ടത് നീ കൊടുക്കുമ്പോൾ ദൈവം നിനക്ക് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിന്നെ അനുഗ്രഹിക്കുന്ന മാലാഖിയുടെ പുസ്തകം 3:10 പറയുന്നത്. എന്നാൽ അതിന് വിപരീതമായി പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അനന്യാസും സഭയിലെയും തങ്ങൾക്കുണ്ടായിരുന്ന നിലം വിറ്റിട്ട് അതിൽ കുറെ എടുത്തു വെച്ചിട്ട് ബാക്കി ഒരു അംശം കൊണ്ട് പത്രോസ് അടക്കമുള്ള അപ്പോസ്തലന്മാർ ഇരിക്കിലേക്ക് കടന്നു വന്നപ്പോൾ പത്രോസ് ചോദിക്കും, ഉയർത്തിയുണ്ട്, അനന്യാസേ, ഇത്രയ്ക്കോ നിലം വിറ്റത്? ഹല്ലേലൂയ. പരിശുദ്ധന്മാരോട് വ്യാജം കാണിക്കുന്നു കേട്ട മാത്രമേ തന്നെ അനന്യാസ് വീണ നിലം ആമീൻ മരണപ്പെട്ടു. കുറെ നേക്കരൊക്കെ കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യയും വന്നു. ഹല്ലേലൂയ. അവളും എന്ത് ചെയ്തു? അനന്യാസിനെ പോലെ വീണ് മരിച്ചു. പരിശുദ്ധന്മാരോട് വ്യാജം കാണിച്ച്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് കൊടുക്കേണ്ടത് നീ കൊടുക്കുമ്പോൾ ദശാംശത്തിനകത്ത് നീ ചൂഷണം ചെയ്ത് ദശാംശത്തെ നീ പിടിച്ചു പറിക്കരുത്, അതിനെ തട്ടിയെടുക്കരുത്. അത് കൊടുക്കേണ്ടത് കൊടുക്കുമ്പോൾ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ചിലരൊക്കെ പറയും, ഞങ്ങൾ സകലവും വിട്ടിങ്ങോട്ട് വന്നത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തരണം. എന്റെ സഭയിൽ അങ്ങനെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരൻ എല്ലാ ആഴ്ചയിലും സാക്ഷ്യം പറയുമ്പോൾ ഞാൻ സകലവും വിട്ടു വന്നതാണ്, ഞാൻ സകലവും വിട്ടു വന്നതാണ്, അതുകൊണ്ട് എനിക്ക് തരണം. പുള്ളി സ്വോത്രകാഴ്ച പോലും കൊടുക്കത്തില്ല. ആർക്കൊന്നും കൊടുക്കും. ഒരു മനുഷ്യന് 10 പൈസ അറുത്ത കൈക്ക് ഉപ്പ് തേക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ ഒറ്റ പൈസ കൊടുക്കത്തില്ല ആർക്കും. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എല്ലാം വീട്ടിൽ വന്നതാണ്, അതുകൊണ്ട് പുള്ളിക്ക് അത് കൊടുക്കണമെന്നാണ്. ഹല്ലേലൂയ. പുള്ളി എന്റെ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചെന്ന് പറയും. നിങ്ങളുടെ ദൈവസഭയുടെ ഹല്ലേലൂയ ശുശ്രൂഷനായി ഇരുന്നിട്ടൊക്കെയാണ് പറയുന്നത്. പക്ഷെ പുള്ളി പറയുന്നത് എനിക്ക് ഇങ്ങോട്ട് തരണം. കോഴി ചകയുന്നത് പോലെ എല്ലാം പുള്ളിക്ക് കിട്ടണം. കോഴി ചകയുന്ന കോഴിയെല്ലാം ചകഞ്ഞ് തന്നെ കാൽക്കിഴിക്കൂട്ടുക തന്റെ കുഞ്ഞുങ്ങൾക്ക്, തനിക്ക് തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞ പോലെ ചിലരെല്ലാം വിട്ടു വന്നു. അപ്പൊ ഞാൻ പലപ്പോഴും ചോദിച്ചു, നിങ്ങളെല്ലാം വിട്ടു വന്നെന്ന് പറഞ്ഞാൽ ശരിയാണ്, ഞങ്ങളെല്ലാം വിട്ടു വന്നതാണ്. ഞങ്ങളെല്ലാം വിട്ടു വന്നതാണ്. ഞങ്ങളെല്ലാം വിട്ടു വന്നിട്ട് ഞങ്ങൾ ദൈവത്തിൽ നിൽക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ബൈബിളൊന്നുമില്ല, പ്രത്യേകമായ ഗുണങ്ങളൊന്നുമില്ല. ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കാനുള്ളത് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവം തരേണ്ടത് ദൈവം തരും. ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കും. ഇന്നും ആ സഹോദരൻ കൊടുക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഇപ്പം സഭയിൽ നിന്നൊക്കെ പോയി വേറെ എവിടെ ചെന്ന് കയറി കൂടിയിട്ടുണ്ട്. അവിടെ ഇത് തന്നെയാ പറയുന്നതാണ് ഞാൻ കേട്ടത്. അവിടെ ചെന്നിട്ട് ഇത് തന്നെയാ പറയുന്നത്, എല്ലാം വിട്ടുപോകുന്നു. പക്ഷെ അവിടെ ഇരിക്കുന്നവരും എല്ലാം വിട്ടുപോകുന്നിട്ട് ഈ പെന്തക്കോസ്ത് വിശ്വാസം ജീവിച്ചത് ഈ മനുഷ്യന് മനസ്സിലായതെങ്കിൽ
സുബോധം ആത്മാവില്ലാത്തത് കൊണ്ടാണ് അത് പറയുന്നത്. എല്ലാവരും പഴയതിനെ വിട്ടിട്ടാണ് ക്രൈസ്തവ വിശ്വാസം പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് വരുന്നത്. ഒരാൾക്ക് മാത്രം പുതുമയല്ല. അബ്രഹാം സകലതും വിട്ടിട്ട് ദൈവത്തെ അനുഗ്രഹിച്ച് തന്റെ കൽദയ പട്ടണമായിരിക്കുന്ന ഊരിനെ, അവിടുത്തെ ജോലി, അവിടുത്തെ കുടുംബ കാര്യങ്ങളും മഹിമയും മഹത്വവും കുല തൊഴിലും എല്ലാം വിട്ടിട്ടാണ് അബ്രഹാം യഹോവയായ ദൈവത്തെ അനുഗമിച്ചത്. അല്ലെങ്കിൽ ദൈവം പറഞ്ഞത് എന്നാണ്, അബ്രഹാമേ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞപ്പോൾ സകലതും വിട്ടുകളഞ്ഞു. അതെ, അത്രയൊന്നും ഇല്ലല്ലോ സഹോദര സൗരി, നിങ്ങൾ നമ്മളെ സകലം വിട്ട് ദൈവത്തെ അനുഗമിക്കുന്നത്. അല്ലേരിയ കർത്താവ് പറഞ്ഞെന്തോ, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കണം, തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന. അല്ലേരിയ എല്ലാത്തിനും യേശു ക്രിസ്തു ആണെന്ന് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ മാതൃക. അല്ലേരിയ അവിടെ നീ തളരാതെ നിൽക്കണം കേട്ടോ, നീ തകരാതെ നിൽക്കണം. നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കാൻ സമയമായി. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം തരാൻ സമയമായി. നിന്റെ കണ്ണുനീര് മാറാൻ സമയമായി. നീ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിയാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ജോലി ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ബിസിനസ്സിലെ പരാജയത്തെ മാറ്റി ഉയർച്ച തരാൻ ആഗ്രഹിക്കുക. നിന്റെ കടത്തെ മാറ്റി നിന്നെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. രോഗത്തെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ മേലുള്ള വ്യാധിയെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. നിന്നെ മദ്യപാനം ദൈവം വിടുവിക്കാൻ ആഗ്രഹിക്കുക. ലഹരിക്ക് അടിമയായി നിന്നെ ദൈവം വിടുവിക്കുവാൻ ആഗ്രഹിക്കുക. താളം നിന്റെ ജീവിതത്തെ ദൈവം പുതുക്കിയെടുപ്പാൻ ആഗ്രഹിക്കുക. അല്ലേലും തകർന്ന മനസ്സാണോ നിന്റെ അതിനകത്ത് ആ മനസ്സിനെ മാറ്റി ദൈവം നിനക്ക് സ്ഥിരം തരാകുക. നീ അവിശ്വാസത്തിൽ നിലനിൽക്കാതെ വിശ്വാസത്തിലേക്ക് വരണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ നീ മുറുകെ പിടിക്ക്. ഹല്ലേലൂയ. രക്തം ചെയ്യാം. ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ദൈവാത്മാവിന്റെ പകൽ പലരോടും പറയുന്ന ദൂത്, നിങ്ങളിൽ ചില കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. കഷ്ടതയുടെ കൈപ്പുനെ കുടിച്ചുകൊണ്ട് കണ്ണുനീരിന്റെ കടിയിലേക്ക് കടന്നു പോകുന്ന ചില ജീവിതങ്ങളെ ദൈവം ഉയർത്താൻ പോവുകയാണ്. ആ 1 ശമൂവേൽ പുസ്തകം 2-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ, എന്നെ മാനിക്കുന്നവനെ മാനിക്കും. അതെ, നീ ദൈവത്തെ മാനിച്ചാൽ ദൈവം നിന്നെ മാനിക്കും. ഹല്ലേലൂയ. ഇന്ന് ദൈവം നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അവനെ വിശ്വാസത്തോടു കൂടി നോക്കണം. രാവിലെ എഴുന്നേറ്റ് വാർത്തകളെ നോക്കി പത്രത്തിന്റെ മുമ്പിൽ നിന്ന് സമയം കഴിഞ്ഞ് ചരമവോളം മുഴുവൻ വായിച്ചതും തീർത്തിട്ട് ടിവിയിലും മൊബൈലിന്റെ മുമ്പിൽ നീ ഇരിക്കാതെ നിനക്ക് വേണ്ടുന്നത് എന്താണെന്ന് അതിരാവിലെ നീ എഴുന്നേറ്റ് ദൈവത്തോട് പറയണം. ഹല്ലേലൂയ. ചിലര് അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യും? മൊബൈലുമായിട്ട്. അത് കഴിയുമ്പോൾ പത്രത്തിന് മുമ്പിൽ നിന്ന് പത്രത്തിലെ അകത്തെ സകലതും വായിച്ച് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ജീവിക്കുക, നാളെ ചാകുമല്ലോ. ഹല്ലേലൂയ. അങ്ങനെ കടന്നു പോകുന്ന അനുഭവത്തിൽ നീ അങ്ങനെയുള്ളവർക്കൊന്നും അനുഗ്രഹിക്കപ്പെടാൻ പറ്റത്തില്ല. രാവിലെ നീ എഴുന്നേറ്റ് ദൈവത്തോട് നിന്റെ ആവശ്യങ്ങൾ പറയണം. ആവശ്യങ്ങൾ പറഞ്ഞ് ദൈവത്തിൽ ഇത് വചനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചതിന്റെ വിഷയങ്ങളെ ഏൽപ്പിക്കണം. ഹല്ലേലൂയ. അബ്രഹാം എവിടെ ചെന്നാലും യാഗപീഠം പണം ദൈവത്തെ ആരാധിക്കുമായിരുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുമായിരുന്നു. അതേ അബ്രഹാമിനെ അതുകൊണ്ടാണ് ദൈവം അനുഗ്രഹിച്ചത്. ഹല്ലേലൂയ. നീ രാവിലെ നിന്റെ കാര്യങ്ങളെ നീ ദൈവത്തോട് പറയണം. ഹല്ലേലൂയ. ആ 4 ദിശകളിലും അല്ലെങ്കിൽ ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി നിന്റെ കണ്ണുകളെ ഉയർത്തണം. ജഡിയ കണ്ണുകൾ സ്തോത്രം 100 അടി വരെ കാണുവാൻ നിനക്ക് കഴിയും. അല്ലെ, നിന്റെ ജഡികമായ കണ്ണുകൾ കൊണ്ട് ഒരു 100 അടി ദൂരം വരെ കാണാൻ കഴിയായിരിക്കും. അതിനപ്പുറത്തേക്ക് ഒന്നും നിനക്ക് മനസ്സിലാക്കാം. കാണാം, എല്ലാം ഒരു മായ പോലെ ആയിരിക്കും. പക്ഷെ നിന്റെ ആത്മീയ കണ്ണു ഉയർന്നാൽ, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, നീ കിഴക്കോട്ടും, ഹല്ലേലൂയ, സ്തോത്രം, നീ വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക എന്ന് പറഞ്ഞ് അബ്രഹാമിനോട് പറഞ്ഞ അതേ അനുഭവത്തിൽ തന്നെ ദൈവത്തിനോട് പറയുക. അബ്രഹാമിന്റെ ചെട്ടിക്ക് കണ്ണുകൾ കൊണ്ടല്ല നോക്കുന്നത്, ആത്മീയ കണ്ണുകൾ കൊണ്ടാ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി. നിന്റെ ചെട്ടിക കണ്ണ് മാറ്റിയിട്ട് ആത്മീയ കണ്ണുകൾ തുറന്നാൽ ദൈവം നീ കാണേണ്ടതിനെല്ലാം നിനക്ക് കാണിച്ചു തരും. ഹല്ലേലൂയ. അപ്പൊ നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. ആത്മീയ കണ്ണുകൾക്ക് ലോകം മുഴുവനും കാണുവാൻ സാധിക്കും. ചെടിയ കണ്ണുകൾക്ക് ഒരു 100 അടി വരെ കാണാൻ കഴിയുമ്പോൾ ആത്മീയ കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് ലോകത്തെ മുഴുവൻ അറിയുവാൻ കഴിയും. ഹല്ലേലൂയ. ആകയാൽ നിങ്ങളുടെ ദർശനത്തിന് അതിരുകളെ വിശാലമാക്കിക്കൊണ്ട് ദൈവം നിങ്ങൾക്ക് വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ പ്രാപിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ദർശനങ്ങളെ അതിരുകളെ വിശാലമാക്കണം. പ്രൈസ് ദി ലോർഡ്.
എബേസ് പറഞ്ഞു, എന്റെ ആത്തിരികളെ എനിക്കൊന്ന് വിശാലമാക്കി തരണമേന്നാണ്. നിനക്കങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? 1 വൃത്താന്ത പുസ്തകം 4:10 വായിക്കുമ്പോൾ എബേസിന്റെ പ്രാർത്ഥന കാണാൻ കഴിയും. അതെല്ലാവർക്കും അറിയത്തില്ല, അവിടെ വാക്യം കിടക്കുന്ന അറിയില്ല. കാരണം 1 വൃത്താന്ത പുസ്തകം 1 തൊട്ട് 8 വരെ 30 വരെ വാക്യങ്ങൾ എല്ലാം ജനിപ്പിച്ചു എന്നുള്ളതാണ്. അത് കാണുമ്പോൾ ഞാൻ വിട്ടുച്ചു. പക്ഷെ അതിനകത്താണ് ഏറ്റവും മാധുര്യമുള്ള, ഏറ്റവും ആദരവുള്ള, ഏറ്റവും ശ്രേഷ്ഠമുള്ള, അർത്ഥമുള്ള, മർമ്മമുള്ള എബേസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. എബേസ് പറഞ്ഞ് എന്റെ ആത്തിരം ഒന്ന് വിശാലമാക്കണം. അത് നിനക്ക് പ്രാർത്ഥിക്കാൻ എന്റെ ദർശനം ഒന്ന് വിശാലമാക്കി തരണമേ, എന്റെ വിശ്വാസത്തെ ഒന്ന് വിശാലമാക്കി തരണമേ, എന്റെ കുടുംബത്തിന്റെ അതിരൊന്ന് വിശാലമാക്കേണ്ട മക്കളെയും എന്റെ ജീവിതത്തിന്റെ ഭാവി ഒന്ന് വിശാലമാക്കണമെന്ന് പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുമോ സഹോദര സഹോദരി? ഹല്ലേലൂയ. ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുക. അപ്പം അടുത്തതായി നിന്റെ കണ്ണുകൾ, നിന്റെ ദർശനമുള്ള കണ്ണുകൾ നിങ്ങൾ ഭാവന ചെയ്തതുപോലെ നിങ്ങൾ ഭാവനയുള്ളവരായി വിശ്വാസത്തോടെ നിങ്ങൾ പ്രയാണം ആരംഭിക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഭാവന ഉണ്ടാകും, നല്ലൊരു സ്വപ്നമൊക്കെ ഉണ്ടായിരിക്കണം, നല്ലൊരു ചിന്തയാണ്. അങ്ങനെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രയാണം നിങ്ങൾ വിശ്വാസത്തോടുകൂടി ചെയ്യുമ്പോൾ, അബ്രഹാമിനെ പോലെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ, നീ സഞ്ചരിക്കുന്ന, നിന്റെ കാൽ മുട്ടുന്ന, നിന്റെ കാൽ കുത്തുന്ന ദേശമെല്ലാം നിനക്കും നിന്റെ സന്തതിക്കും ദൈവാവകാശമായി നൽകും. ഹല്ലേലൂയ. എല്ലാം വിശ്വാസമാണ്. വിശ്വാസത്തോടു കൂടി എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം 24 വാക്യം വായിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചുവെന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ദൈവദർശനം കേൾക്കുമ്പോൾ, കാണുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നിങ്ങൾ ഇടപെടുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് വിശ്വസിക്കണം. അബ്രഹാം വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക, നിന്റെ കാൽ കുത്തുന്ന ദേശങ്ങളിൽ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരുമെന്ന് പറഞ്ഞ അബ്രഹാം വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് യൂടാരം മാറി മാറി അടിച്ച് ദൈവത്തെ സ്തുതിച്ചു. വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ടെല്ലാം ലഭിച്ചു എന്ന് വിശ്വസിച്ചു. അതാണ് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത്. നീയും അതേ നിലയിലേക്ക് വരണം. രക്തജയം. നീ തകരുവാനല്ല ദൈവം ഈ ഭൂമി സൃഷ്ടിച്ചത്. നീ തകരുവാൻ, തളരുവാൻ, നീ അലയുവാനല്ല ദൈവം നിന്നെ സൃഷ്ടിച്ചത്. നിന്നെ ഉയർത്താനാ. ഹല്ലേലൂയ. നിന്നെ ഉയർത്താനാ. നീ നിന്ദിക്കപ്പെട്ടത്, നീ പരിഹസിക്കപ്പെട്ടത്, നിനക്ക് താഴ്ച വന്നിടത്ത്, നിന്റെ പരാജയത്തിൽ നിന്ന് ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെ ഉയർത്താൻ ആഗ്രഹിക്കുക. ജോലി മേഖലയാകട്ടെ, കൃഷിയിലാകട്ടെ, വ്യാപാരമാകട്ടെ, ഏതുമാകട്ടെ, ദൈവം നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോട് ഈ വാക്കുകളെ പറഞ്ഞതും അബ്രഹാം അത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്ത് അവിടെ യഹോവയ്ക്ക് യാഗപീഠം പണിതുവെന്ന് ഉൽപ്പത്തി പുസ്തകം 13:18 വരുമ്പോൾ കാണുന്നുണ്ട്. അവിടെ വെച്ച് ദൈവത്തെ ഹല്ലേലൂയ നമസ്കരിച്ചു. അബ്രഹാം എപ്പോഴും ചിലർ യാഗപീഠം പണിത് ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, അബ്രഹാമിന്റെ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ അബ്രഹാമിന്റെ മക്കളായി, ഹല്ലേലൂയ, സന്തതികളാണ്. അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകം 24:1 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ യാക്കോബ് ലേഖനം എഴുതുമ്പോൾ എടുത്തെഴുതി യാക്കോബിന്റെ ലേഖനം, ഹല്ലേലൂയ, വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചതെന്ന്. ഹല്ലേലൂയ. അപ്പൊ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചതും വിശ്വാസത്തോടു കൂടിയാണെന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതേപോലെ സ്നേഹിത, ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. അബ്രഹാം പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടതെന്ന് യാക്കോബിന്റെ ലേഖനം 2:21-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചുവെന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി. അല്ലെ, അവർ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു. അതെ, നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിലാണല്ലോ വായിച്ച വചനം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം
ഹല്ലേലൂയ. അതിന്റെ 14-15 വാക്യങ്ങൾ വായിച്ചത്. ലോകത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളിച്ചത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയും എണ്ണ. നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക. ഞാനത് നിനക്കും തരും. അപ്പോൾ നീ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തവിടെ യഹോവയ്ക്ക് യാഗം കഴിച്ചു. യാഗപീഠം പണിതു. അതേ സ്നേഹിത, നാം ദൈവത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക. കർത്താവിനെ എനിക്ക് കണ്ണുകളടച്ചാട്ട് നിന്നെ ദൈവം അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. ദൈവം പറഞ്ഞ അബ്രഹാം അനുസരിച്ചതുപോലെ ഇന്ന് മകൻ അനുസരിപ്പാൻ കഴിയുമോ? ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. നിന്റെ വേദനകളെ മാറ്റുവാൻ കർത്താവിന് കഴിയും. നിന്നെ സൗഖ്യമാക്കാൻ യേശുവിനെ കണ്ടുകണ്ടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, ഭാരതത്തിൽ, ലോകരാജ്യങ്ങൾ 800 കോടിയിലും തലമുറകൾ ശേഷത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർദ്ധക്യത്തിലും ഞാനും ജീവൻ തടവറയിലായിരിക്കുന്ന എല്ലാ ജാതി മത വിഭാഗംപ്പെട്ടവരെയും കർത്താവേ, എല്ലാ മത സാമൂഹ്യ വിഭാഗങ്ങളിൽ ചരിത്ര മാധ്യമ മീഡിയ നിൽക്കുന്നവർ, സയന്റിസ്റ്റ് എഞ്ചിനീയർമാരടക്കം എല്ലാ ഫെഡറലിസ്റ്റ് പാർട്ടികളെ, എല്ലാ മത നേതാക്കന്മാരെയും, എല്ലാ ഫെഡറലിസ്റ്റുകാരുടെ, എല്ലാ രാഷ്ട്രതലന്മാരെയും, എല്ലാ അധികാര വർഗങ്ങളിലേക്കും എല്ലാ ജനത്തെയും കർത്താവ് ഞങ്ങൾ ദൈവം കേൾപ്പിക്കുന്നു. കർത്താവ് തെറ്റായ ചിന്താടുകൾ, തെറ്റാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, സാത്താന്റെ പ്രലോഭനത്തിൽ വീണ് മനുഷ്യൻ മരവിച്ച മനസ്സിടണിയായി മദ്യത്തിൽ ലഹരിക്ക് അടിപ്പെട്ട് ഷാദിന്റെ കെടിയിൽ അകപ്പെട്ട് കിടക്കുന്ന സാത്താന്യ വേദന വീട് കിടക്കുന്ന ജനമൊക്കെ മടങ്ങി വന്ന് സൃഷ്ടാവായി ദൈവത്തിനെ കർത്താവ് അനുസരിച്ച് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതുപോലെ ദൈവത്തിൽ അബ്രഹാം പറഞ്ഞത് അനുസരിച്ചത്, ദൈവം പറഞ്ഞ അബ്രഹാം അതേപോലെ അനുസരിച്ചതുപോലെ ദൈവത്തെ അനുസരിക്കുവാൻ ജനത്തെ വിടുക്കണമേ. മഴക്കാല കർത്താവ്, കാലവർഷം കേരളം കൂടെ പീത്തിറങ്ങുന്നു. എല്ലാ സ്ഥലങ്ങളും വെള്ളവും കർത്താവ് ഡാമുകളൊക്കെ തുറന്നു വിടുന്നു. അയ്യോ, മലയിൽ താമസിക്കുന്നവർ ഇടവാകത്തും അടിവാരത്തും തീരദേശം ഒക്കെ പാർക്കുന്നവരുണ്ട്. കർത്താവിൽ പൊട്ടുള്ള നാശനഷ്ടങ്ങളോ കൊടുങ്കാറ്റോ വേമാരിയോ നാശനഷ്ടങ്ങളോ ഒന്നും ഉണ്ടാകാതെ ഇല്ലത്തെ സൂക്ഷിക്കണമേ. രാവും പകലും യാത്ര ചെയ്യുന്നവർ, സ്കൂൾ തുറക്കാൻ പോകുന്നില്ല കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണമേ. എല്ലാ മേഖല കർത്താവിൽ അത്ഭുതം ചെയ്യണം. വിദേശ രാജ്യം കഷ്ടസംഖ്യ നോമ്പരപ്പെടുന്ന അനേകരുണ്ടപ്പ. അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യേണ്ട ഭാരങ്ങൾ പ്രയാസം നിൽക്കണമേ. ജോലി നഷ്ടപ്പെട്ടവർ, ഉത്സാഹം കിട്ടാൻ ഭാരപ്പെടുന്നവർ, വാസ്കൊണ്ട് അന്വേഷിക്കുന്നവർ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഫീസ് അടയ്ക്കാൻ മാർഗമില്ലാതെ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ. കർത്താവിനോട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് അല്പം സ്വന്തമായ സ്ഥലമില്ലാത്തവർ, വീടിന്റെ ഭൂമിയില്ലാത്ത തലയിൽപ്പാൻ ഭവനമില്ലാതെ വാടക വീട്ടിൽ മാറി മാറി കഷ്ടപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയത്തെ അല്പം വിധമായ രോഗങ്ങളിൽ, മാരകമായ രോഗത്താൽ ഭാരപ്പെടുക. പ്രത്യേകിച്ച് കേരളത്തിന് വിവിധ ഭാഗങ്ങൾ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കൊറോണയുടെ അനുഭവങ്ങൾ കർത്താവ് വരും വിവിധ വ്യാധികൾ കടന്നു പോകുമ്പോൾ വാർദ്ധക്യ സഹജമാശകളെ ഭാരപ്പെടുന്ന ക്യാൻസർ അടക്കമുള്ള വിവിധ രോഗങ്ങളെ ഭാരപ്പെടുന്നവർ എല്ലാവർക്കും സൗഖ്യം കൊടുക്കേണ്ട സൗഖ്യദായകനായ യേശുവിന്റെ കരം നിൽക്കണമേ. കർത്താവ് കഷ്ടതയുടെ നടിയുടെ പ്രതിസന്ധിയുടെ നടിയുടെ കടന്നു പോകുന്ന അനുഭവത്തിയാണ് അബ്രഹാമിന്റെ അനുഗ്രഹം ഞങ്ങൾക്കുള്ളതാണല്ലോ. കർത്താവ് ജനത്തെ അനുഗ്രഹിക്കണമേ. തീവ്രവാദികളും ക്ഷീരവാദികളും വർഗീയവാദികളും ക്രൈസ്തവ സമൂഹത്തെ തകർക്കുവാൻ തന്ത്രങ്ങൾ കഴിയുമ്പോൾ അവരുടെ ദൈവിക സന്ദർശനം വയ്ക്കണമേ. കർത്താവ് ലോകം പോകാനുള്ള എല്ലാ ജനത്തിനും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മതങ്ങളും നേതാക്കന്മാരും മനസ്സാന്തപ്പെടുവാൻ, മതം കർത്താവ് തീവ്രവാദത്തിനല്ല, മതം വർഗീയതയ്ക്കല്ല, മതം അല്ലെങ്കിൽ കർത്താവ് പ്രശ്നങ്ങൾ രക്തച്ചൊരിച്ചിനെല്ലാം ഒരു തിരിച്ചറിവുണ്ടായി. മതം എന്താണ്, മതത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കി യഥാർത്ഥ സത്യമെന്ന് മനസ്സിലാക്കി യേശുവിലേക്ക് മടങ്ങി വരുവാൻ, രക്തച്ചൊരിച്ചിൽ ജനം വിടിവിക്കപ്പെടുവാൻ, രക്തദാഹികളെ പോലെ മതവിശ്വാസം കൊണ്ടുപോകാതെ മനസ്സാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ഈ ജനത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സകലത്തിന്റെ നീതി വെളുക്കണമേ. ദൈവമക്കളെ, ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥി. കഷ്ടസഹിക്കും നോമ്പരപ്പെടും ജയിലിൽ കിടക്കുന്നവരുണ്ടപ്പോൾ അവരെയൊക്കെ വിടിവിക്കണം, തലമുറ വിടിവിക്കണമേ, സൗഖ്യം കൊടുക്കണമേ. എല്ലാവരും സൂക്ഷിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.